പേര് അനുശ്രീ. ഞാൻ എം.കോം ജൂലൈ 2025 ബാച്ച്. എൻ്റെ മെൻറ്റർ രാഖി മാമാണ്. ഞാൻ ബി.കോം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ജോബ് എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കസിന് വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഞാനത് ചൂസ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ജോബ് കിട്ടി. എറണാകുളത്തായിരുന്നു ജോബ് കിട്ടിയത്. അത് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെയാണ് ജോബ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ചില കാരണത്താൽ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് CMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്. പെട്ടെന്ന് ജോബ് കിട്ടും. അപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ 6 പേര് ജോയിൻ ചെയ്തത്. അപ്പോഴാണ് ഞങ്ങൾ പകുതി എത്തുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും പാസ്സാവില്ല, ഭയങ്കര റിസ്ക് ആണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ നിൽക്കുമ്പോഴാണ് PG എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. പിന്നെ ഇപ്പോൾ PG ചെയ്യുമ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ റീലൊക്കെ കാണാറുണ്ട്. റീൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലേൺ വൈസിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ പിന്നെ അവർക്ക് മെസ്സേജ് ചെയ്തു. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് തോന്നി മെൻറ്ററുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ PGക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പ് ഉണ്ടായാൽ ഓക്കെ ആവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മെൻറ്ററിനെ ചൂസ് ചെയ്തതും. സത്യം പറഞ്ഞാൽ മെൻറ്റർ നല്ലപോലെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. എൻ്റെ മെൻറ്റർ രാഖി മാമാണ്. അപ്പോൾ രാഖി മാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ കോൺഫിഡൻസും അങ്ങനെയൊക്കെ തന്നിട്ടുമുണ്ട്. പിന്നെ ലേണേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങളും അതൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളതിലും എനിക്ക് കോൺഫിഡൻസ് കൂടി. അവരെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും എന്നൊരു മൈൻഡ് വന്നു. എനിക്ക് ഓക്കെ ആവും, എന്നെക്കൊണ്ട് പറ്റും, പാസ്സാവും എന്നൊരു മൈൻഡ് സെറ്റ് വന്നു. പിന്നെ PG എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കരിയർ ഗ്രോത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ PG ചൂസ് ചെയ്തത്. പിന്നെ PGൻ്റെ കൂടെ ഞാനിപ്പോൾ നിലവിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എക്സാമാണ്. എക്സാം എപ്പോഴാന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ PGൻ്റെത് ചെയ്യുന്നതും അസൈൻമെൻറ്റൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞു തരിക. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നുമുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് എന്തായാലും പറ്റും എന്തായാലും പറ്റും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം.